നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണല്ലോ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ ചർച്ചാ വിഷയം. അതിനൊരു കാരണവുമുണ്ട്. നടി റിമ കല്ലിങ്കൽ, അതേപോലെ തന്നെ അവരുടെ ഭർത്താവായ ആഷിഖ് അബു, അവർക്ക് നേരെ ഒരു ആരോപണം വരുന്നു. ആദ്യം അത് സോഷ്യൽ മീഡിയയിലെല്ലാം വാർത്തയാവുന്നു, പിന്നീട് ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കുന്നു, ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്ത കൊടുക്കുന്നു. പക്ഷേ ഏതാനും മിനിറ്റുകൾക്കകം അവർ ആ വാർത്ത വലിച്ചുകൊണ്ട് ഓടുന്നു. ആരോപണം ഉന്നയിച്ച ആളുടെ വിശ്വാസത എന്താവട്ടെ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാത്ത ആളായിക്കോട്ടെ, ഇതിനു മുമ്പും ഇതുപോലെ ആരൊക്കെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ അതൊക്കെ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ആ ആരോപണങ്ങൾ സത്യമാണെങ്കിലും ശരി, അസത്യമാണെങ്കിലും ശരി, പിന്നീട് അതേ തുടർന്ന് ഇവർ ആ വാർത്ത പിൻവലിക്കുന്ന ആ പ്രക്രിയയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ചില പ്രത്യേക ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ് അവരിങ്ങനെ വാർത്തയും വലിച്ചുകൊണ്ട് ഓടുന്നത്. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല. അവർ വളരെ ക്ലിനിക്കലായിട്ട് തന്നെ നമ്മളെയൊക്കെ പറ്റിച്ചുകൊണ്ട് തന്നെ കാലാകാലങ്ങളായിട്ട് അവർ ഈ പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ 2 സമയത്തുള്ള ഒരേ കണ്ടൻ്റായിട്ടുള്ള വാർത്തയാണ് ഞാൻ കാണിക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കുക, UAE പൊതുമാപ്പ്, മലയാളികൾക്ക് സുരക്ഷിത സൗജന്യ യാത്ര എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എന്തോ സൗജന്യം പോലെയാണ്, നമുക്കെന്തോ സൗജന്യം, അതായത് മലയാളികൾക്ക് എന്തോ സൗജന്യം തരുന്ന പോലെയാണ് ആ വാർത്ത കണ്ടാൽ നമുക്ക് മനസ്സിലാക്കുക. സംഗതി ഇത്രയേ ഉള്ളൂ. UAE അനധികൃതമായിട്ട് കഴിഞ്ഞ ആളുകളെ, അത് മലയാളിയാവട്ടെ തമിഴ്നാട്ടെ ആരാവട്ടെ, അവർ ആ സമയം കഴിഞ്ഞ് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചാൽ ഒന്നുകിൽ ജയിലിലിടും. ജയിലിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊതുമാപ്പ് കൊടുക്കും. അവർക്ക് ചില വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ പൊതുമാപ്പ് കൊടുക്കും. അങ്ങനെ പൊതുമാപ്പ് കിട്ടിയവരെ അവർ വിമാനത്തിൽ കയറ്റി തിരിച്ചയക്കും. അതിനാണ് ഈ കൊട്ടി ഘോഷിച്ച് ഈ എന്താ പറയുക, ഈ അലങ്കാര പദങ്ങളൊക്കെ ഉപയോഗിച്ച് ഡെക്കറേഷനൊക്കെ വെച്ചുകൊണ്ട് UAE പൊതുമാപ്പ്, മലയാളികൾക്ക് സുരക്ഷിത സൗജന്യ യാത്ര എന്ന് എഴുതി വച്ചിരിക്കുന്നത് മനോരമയാണ്. ഇനി അതേ മനോരമയുടെ തന്നെ ഞാൻ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. രാജ്യമില്ലാത്തവർ എവിടെ പോകും, അസമിലെ ആ 19 ലക്ഷം മനുഷ്യർ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് UAE എന്ന രാജ്യത്ത് അവിടെ അനധികൃതമായിട്ട് അവിടുത്തെ പൗരനല്ല, അല്ലെങ്കിൽ അവിടുത്തെ കാലാവധി കഴിഞ്ഞു, വിസയുടെ കാലാവധി കഴിഞ്ഞു, എന്നിട്ടും അവിടെ അനധികൃതമായിട്ട് തങ്ങിയ അവർ ഒന്നുകിൽ ജയിലിട്ടവരെ പിന്നീട് പൊതുമാപ്പിൻ്റെ ഭാഗമായിട്ട് വിമാനം കയറ്റി വിട്ടു. അത് മലയാളികൾക്ക് സുരക്ഷിത സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഡെക്കറേഷൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതേ സ്ഥാനത്ത് തന്നെ രാജ്യമില്ലാത്തവർ എവിടെ പോകും, ആസാമിലെ 19 ലക്ഷം മനുഷ്യർ. അതായത് ആസാമിൽ 19 ലക്ഷം ആളുകൾ അനധികൃതമായിട്ട് കുടിയേറിയവരാണ്. അവരെ ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, അവർ ഇന്ത്യക്കാരല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അവരുടെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചയക്കുന്ന നടപടികൾക്കായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് രാജ്യമില്ലാത്തവർ എവിടെ പോകുമെന്ന്. അല്ല മനോരമ, രാജ്യമില്ലാതെ ഇവിടെ ആരെങ്കിലും ജനിക്കാറുണ്ടോ? ആരെങ്കിലും കടലിലാണോ ജനിക്കാറുള്ളത്? അല്ല ആകാശത്താണോ? എങ്കിലും ഏതെങ്കിലും രാജ്യത്തിൻ്റെയൊക്കെ അതിർവരമ്പുകളായിരിക്കും. ഇപ്പോൾ ആകാശത്തിനും അതിലുണ്ട്, കടലിനുമൊക്കെ അതിലുണ്ട്. നമ്മുടെയൊക്കെ ഇന്ത്യക്ക് നമുക്കറിയാം, നമുക്ക് സമുദ്ര അതിർത്തിയൊക്കെ ഉണ്ട്. അത് ഓരോ രാജ്യങ്ങൾക്കുണ്ട്. അങ്ങനെ വെച്ച് നോക്കിയാൽ പോലും രാജ്യമില്ലാതെ ആരും ജനിക്കുന്നില്ല. അപ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡിങ് ആണ് അതെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു മനുഷ്യനും രാജ്യമില്ലാതെ ജനിക്കുന്നില്ല. എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതെങ്കിലും ഒരു രാജ്യമായിരിക്കും. അന്റാർട്ടിക്ക ആണെങ്കിൽ കൂടി അതൊരു ഭൂഖണ്ഡമാണ്. അപ്പോൾ രാജ്യമില്ലാത്തവർ എവിടെ പോകും എന്ന് പറയുമ്പോൾ ഇവർ ഇരവാദം മുഴക്കുന്നവരുടെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യുന്നത്. രാജ്യമില്ലാതെ ഇവിടെ ആരും ജനിക്കുന്നുണ്ടോ? ഒരാളും ജനിക്കുന്നില്ല. അവരൊന്നുകിൽ വന്നിരിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നായിരിക്കും. അവരെ അവിടത്തേക്ക് തിരിച്ചു വിടും. ആ വിടാനുള്ള പ്രക്രിയ ഇവിടെ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ തുടക്കമിടുമ്പോൾ ഇരവാദം കൊണ്ട് വരികയാണ് മനോരമ. രാജ്യമില്ലാത്തവർ എവിടെ പോകും, അസമിലെ ആ 19 ലക്ഷം മനുഷ്യർ എന്ന് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുകയാണ്. അവരെ ബംഗ്ലാദേശിലോട്ട് തന്നെ തിരിച്ചു വിടണം. ഒരു കാര്യം ചെയ്യും, 19 ലക്ഷം പേരുണ്ട്, മനോരമ ഓഫീസ് മതിയാവുമെങ്കിൽ നിങ്ങൾ അവരെ സ്വീകരിക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഇരവാദം മുഴക്കുക. ഇവിടെയാണ് നമ്മൾ ഈ 2 ന്യൂസും കൂടെ ഒന്നിച്ചു വെച്ച് കാണുമ്പോൾ ഇവർ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ട് എത്രമാത്രം പിതൃശൂന്യ മാധ്യമ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവുന്നത്. UAE ചെയ്താൽ അതിനെ അവർ ഡെക്കറേഷൻ ചെയ്ത് മലയാളികൾക്ക് എന്തോ സൗജന്യം കിട്ടിയ കണക്കാണ് ഇങ്ങോട്ട് തരുന്നത്. ഇനി അതേ കാര്യം തന്നെ ആസാമോ അല്ലെങ്കിൽ ഇന്ത്യയോ ആണ് ചെയ്യുന്നതെങ്കിൽ രാജ്യമില്ലാത്തവർ എവിടെ പോകും എന്ന തരത്തിലാണ് വെക്കുന്നത്. എന്തേ UAE അതൊക്കെ നോക്കിയിട്ടാണോ ചെയ്തത്? UAE മലയാളികളെ മാത്രമേ കയറ്റിവിട്ടുള്ളൂ? പാകിസ്ഥാനിയെ കയറ്റിവിട്ടില്ലേ? ബംഗ്ലാദേശിനെ കയറ്റിവിട്ടില്ലേ? മറ്റു രാജ്യക്കാരെ കയറ്റിവിട്ടില്ലേ? അവരുടെ രാജ്യത്ത് പാസ്പോർട്ട് വിസ കാലാവധി കഴിഞ്ഞതാണെങ്കിൽ അവരത് കണ്ടുപിടിച്ചാൽ ആദ്യം ജയിലിലിടും. ഏതെങ്കിലും വിശേഷ ദിവസങ്ങൾ പ്രമാണിച്ച് ഒരുപക്ഷെ പൊതുമാപ്പ് കൊടുക്കും. അങ്ങനെ പൊതുമാപ്പ് കൊടുത്താൽ അവരെ ജയിലിൽ നിന്ന് റിലീസാക്കി അടുത്ത വിമാനത്തിൽ കയറ്റി നേരെ ഡീപ്പോർട്ട് ചെയ്യും. അതിന് ഇത്ര വർണ്ണിച്ചൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി അതേ കാര്യം
അതിർത്തി സംസ്ഥാനമായിട്ടുള്ള ആസാം, അതായത് ബംഗ്ലാദേശിനടുത്ത് കിടക്കുന്ന ആസാം, മ്യാൻമർ എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെയൊക്കെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ അതിർത്തി കിടക്കുന്ന ആസാം എന്ന് പറഞ്ഞ നമ്മുടെ സംസ്ഥാനം, അവിടെ അനധികൃതമായിട്ട് കുടിയേറിയവർ, അതിൽ ഈ മ്യാൻമർ ആളുകൾ മാത്രമല്ല, ഒരുപക്ഷെ ബംഗാൾ വഴി കടന്നുകൂടിയ ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളും ഒടുവിൽ ആസാമിൽ എത്തപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയുള്ളവരെ ഇവിടുത്തെ ഇന്ത്യക്കാരല്ല എന്ന് കണ്ടിട്ട് 19 ലക്ഷത്തോളം ആളുകളെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് വിടുന്നു എന്ന് കാണുമ്പോൾ മനോരമ കൊടുക്കുന്ന തലവാചകമാണ് രാജ്യമില്ലാത്തവർ എവിടെ പോകുന്നു. അവർക്ക് രാജ്യമുണ്ട് മനോരമ, രാജ്യമില്ലാത്ത ഒരാളും ഇവിടെ ജനിക്കുന്നില്ല, ഒരു വ്യക്തിയും ഇവിടെ രാജ്യമില്ലാതെ ജനിക്കുന്നില്ല. പൗരത്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു സംശയം പറയാൻ പറ്റൂ. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏത് ആശുപത്രിയിലാവട്ടെ വീട്ടിലാവട്ടെ, ഇനി പൊതുവഴിയിൽ, ഇനി റോഡിലാണ് ജനിക്കുന്നതെങ്കിൽ കൂടിയും ഏതെങ്കിലും രാജ്യത്തിലായിരിക്കും അവർ ജനിക്കുന്നത്. അപ്പോൾ രാജ്യമില്ലാതെ ഒരാളും ജനിക്കുന്നില്ല. നിങ്ങൾ സാധാരണ ഈ ലോകത്ത് മൊത്തം ഈ കരഞ്ഞുകൂവി നടക്കുന്ന ഇരവാദം മുഴക്കി നടക്കുന്ന ടീമുണ്ടല്ലോ, ആ ടീമിൻ്റെ കയ്യിൽ നിന്ന് സംഗതിയൊക്കെ പഠിച്ചിട്ട് ഇതേപോലെ ഇരവാദം മുഴക്കിക്കൊണ്ട് വരരുത് മനോരമ പോലെ ഒരു പത്രം എന്നേ പറയാനുള്ളൂ. UAEക്ക് ഒരു നയവും അതേ നയം തന്നെ ഇന്ത്യ എടുക്കുമ്പോൾ അവിടെ ഡെക്കറേഷനും ഇവിടെ ഇരവാദവും ഇതങ്ങ് നാലായിട്ട് ചുരുട്ടി മനോരമയുടെ കോണാട്ട് പ്ലേസിലേക്ക് വെച്ചാൽ മതി എന്നേ ഏറ്റവും ലളിതമായിട്ട് പറയാനുള്ളൂ.